പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ടി കെ രജിത്. സർക്കാർ രൂപീകരിക്കാൻ NDA. വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ. മൂന്നാം മോദി സർക്കാരിന് കളമൊരുക്കി NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. പിന്തുണക്കത്ത് ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിക്ക് കൈമാറും. ഇന്ന് ചേർന്ന NDA യോഗത്തിലാണ് സുപ്രധാന തീരുമാനമുണ്ടായത്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് സൂചന. NDA യോഗത്തിന് മുമ്പ് ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കളുമായി BJP നേതൃത്വം ആശയവിനിമയം നടത്തി. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ ഒഴിയുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ശനിയാഴ്ച സത്യവാചകം ചൊല്ലും. ഇതിന് സാഹചര്യമൊരുക്കാൻ നിലവിലുള്ള മന്ത്രിസഭയുടെ രാജി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറി. 17ാം ലോക്സഭ പിരിച്ചുവിടാനുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം രാഷ്ട്രപതി അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ തെലുങ്ക് ദേശവും JDUവും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി. I am also experienced. I have seen so many political changes in this country. We are in NDA. മറ്റന്നാൾ ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്നാകും ഘടകകക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിക്കുക. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകളിൽ സുപ്രധാന വകുപ്പുകളും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. NDA വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടെ BJP ശക്തമാക്കി. ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളെയും ചില ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ടാണ് നീക്കം. നരേന്ദ്രമോദിക്കൊപ്പം ഘടകകക്ഷികളിൽ നിന്നുള്ള അംഗങ്ങളും മന്ത്രിമാരായി സത്യവാചകം ചൊല്ലും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം നിരവധി വിട്ടുവീഴ്ചകൾക്ക് BJPക്ക് വഴങ്ങേണ്ടി വരും. പാർലമെന്റിലാകട്ടെ ശക്തമായ പ്രതിപക്ഷത്തെയാകും ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരിക. 10 വർഷത്തിനിടെ പതിവില്ലാത്ത കാഴ്ചയ്ക്ക് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് സുപ്രധാന വകുപ്പുകൾ നൽകേണ്ടി വരും. തെലുഗുദേശം മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് വരെ പദവികൾ പങ്കുവെക്കണം. ലോക്സഭാ സ്പീക്കർ സ്ഥാനം, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, പോളവാരം പദ്ധതി പൂർത്തീകരണം, അമരാവതിയിൽ തലസ്ഥാന നിർമ്മാണം, ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അങ്ങനെ നീളുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യങ്ങൾ. 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ, സഹമന്ത്രിസ്ഥാനങ്ങൾ, മറ്റു സുപ്രധാന പദവികൾ എന്നിങ്ങനെ നിതീഷ് കുമാറിനുമുണ്ട് ആവശ്യങ്ങളേറെ. അവ അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം NDA പേരിൽ മാത്രമായിരുന്നു. നടപ്പാക്കിയതൊക്കെ BJP നയങ്ങൾ. NDA സ്ഥാപകാംഗങ്ങളായ അകാലിദളും ശിവസേനയും മുന്നണി വിട്ടപ്പോഴും BJP കുലുങ്ങിയില്ല. ഒടുവിൽ AIADMKയും കൈവിട്ടു. ഇനി നിർണായക തീരുമാനങ്ങൾക്ക് NDA യോഗം ചേർന്ന് അനുമതി നൽകേണ്ടതുണ്ട്. 10 വർഷത്തെ പാർലമെന്റിന്റെ സ്വഭാവവും മാറുകയാണ്. കാർഷിക നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയൊക്കെ BJPയുടെ മാത്രം തീരുമാനമായിരുന്നു. ഇനി NDAയിലും പാർലമെന്റിലും വിവാദ നിയമങ്ങൾ കൊണ്ടുവരിക എളുപ്പമാകില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ BJP പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തൽക്കാലം അലമാരയിൽ വെക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. സർക്കാർ രൂപീകരണ സാധ്യതകൾ പരിശോധിച്ച ഇന്ത്യ സഖ്യത്തിന്റെ യോഗം. മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമായിരിക്കാനാണ് ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലെ ധാരണ. ആവശ്യമായ സമയത്ത് ഉചിതമായ നീക്കം നടത്താനും യോഗം തീരുമാനിച്ചു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ രൂപീകരണ സാധ്യത ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിച്ചത്. ജനങ്ങൾ BJPക്ക് ഉചിതമായ മറുപടി നൽകി. ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ പോരാട്ടം തുടരും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും യോഗശേഷം മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. Thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. JDU, TDP എന്നീ പാർട്ടികൾ NDA യോഗത്തിൽ പങ്കെടുത്ത പശ്ചാത്തലത്തിൽ തൽക്കാലം മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമായിരിക്കാൻ മുന്നണി യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ആ ജനവികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് യുക്തമായ സമയത്ത് തീരുമാനം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള തീരുമാനം. അല്ല, ഞങ്ങൾ ആദ്യം പാർട്ടി പ്രവർത്തക സമിതി യോഗം കൂടും, പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കും.
അത് വിളിച്ചതിന് ശേഷമുള്ള മറ്റു പരിപാടികൾ ആരംഭിക്കും. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് മെയ്വഴക്കമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. സർക്കാർ രൂപീകരണത്തിന് ഭാവിയിൽ സാധ്യത തെളിഞ്ഞാൽ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് ജയത്തിനു ശേഷമുള്ള ആദ്യ വരവിൽ തൃശൂർ ഇളക്കിമറിച്ച് സുരേഷ് ഗോപി. സ്വരാജ് റൗണ്ടിൽ ആയിരങ്ങളെ അണിനിരത്തി വൻ റോഡ് ഷോ നടന്നു. ആഘോഷങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിനായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. നരേന്ദ്രമോദിയുമായി സുരേഷ് ഗോപി നാളെ കൂടിക്കാഴ്ച നടത്തും. തൃശൂർ കളക്ട്രേറ്റിൽ നിന്ന് വിജയപത്രം ഏറ്റുവാങ്ങി സുരേഷ് ഗോപി നേരെ എത്തിയത് നഗരഹൃദയത്തിലേക്ക്. കാത്തുനിന്ന പതിനായിരങ്ങളിലേക്ക് ആവേശത്തിന്റെ തീക്കാറ്റ് പടർന്നത് അതിവേഗമാണ്. എന്റെ തിടമ്പും നെറ്റിപ്പട്ടവും കിരീടവും ഇനി തൃശ്ശൂരാണെന്ന വൈകാരിക പ്രതികരണം. കിരീടമാണ് ഇനി തൃശ്ശൂർ. ഇനി തൃശ്ശൂരാണ് എൻ്റെ നെറ്റിപ്പട്ടം. ഇനി തൃശ്ശൂരാണ് എൻ്റെ തിടമ്പ്. ഇനി തൃശ്ശൂർ പൂരമാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം. തൃശ്ശൂർ പൂരമാണ്. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് തുറന്ന വാഹനത്തിൽ തൃശ്ശൂർ റൗണ്ടിലൂടെ യാത്ര. വാദ്യമേളങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ഗാനങ്ങൾക്കും ചുവടുവെച്ച് BJP പ്രവർത്തകർ. അക്ഷരാർത്ഥത്തിൽ തൃശൂർ കാവിക്കടൽ. കെ സുരേന്ദ്രനടക്കം സംസ്ഥാന നേതാക്കളും ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി. കേന്ദ്രമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സുരേഷ് ഗോപി നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നാടും നഗരവും ഇളക്കിമറിച്ചുള്ള ആഹ്ലാദ പ്രകടനം. പരിഹസിച്ചവർക്കും ആരോപണ സാരങ്ങൾ ചെയ്തവർക്കുമുള്ള മധുര പ്രതികാരം. തൃശ്ശൂരിലേക്കുള്ള ആദ്യ വരവ് അതിഗംഭീരമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ നിറവിലും കോൺഗ്രസിന് തലവേദനയായി കെ മുരളീധരന്റെ പരാജയവും പൊട്ടിത്തെറിയും. അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട്. പൊതുരംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനമെടുത്ത കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യത ഇല്ലാതെ മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. പാർട്ടിയുടെ എല്ലാമെല്ലാമായ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് കെ സുധാകരൻ. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതി പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന നിലപാട് പിൻവലിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ മുരളീധരനോട് ആവശ്യപ്പെട്ടു. അനുനയ നീക്കത്തിൽ വഴങ്ങിയില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനുമെതിരെയാണ് പ്രതിഷേധം. തോൽവിയുടെ ഉത്തരവാദിത്വം ജോസ് വെള്ളൂർ ഏറ്റെടുത്തു. ആലത്തൂരിലെ പരാജയത്തിന് കാരണം സ്ഥാനാർത്ഥിയുടെ പിഴവുകളാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ തുറന്നടിച്ചു. പിഴവുണ്ടെങ്കിൽ നേരത്തെ പറയണമെന്നായിരുന്നു രമ്യ ഹരിദാസിന്റെ മറുപടി. UDF 18 സീറ്റുകൾ നേടിയെങ്കിലും തൃശൂരിൽ 3-ാം സ്ഥാനത്തായതും ആലത്തൂരിൽ പരാജയപ്പെട്ടതും കോൺഗ്രസിൽ വൻ വിവാദത്തിനാണ് വഴിവെച്ചത്. തൃശൂരിൽ TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. TN പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്റർ. ഇരു നേതാക്കൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തി. ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന ജോസ് വള്ളൂരിന്റെ കുറ്റസമ്മതം. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച്
ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. പാലക്കാട്ടെ തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് ആലത്തൂരിലെ തോൽവി. കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കും മുൻപേ വീഴ്ച പറ്റിയത് സ്ഥാനാർത്ഥിക്കാണെന്ന് ജില്ലാ നേതൃത്വം വിമർശിച്ചു. സംഘടന കുറവല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സംഘടനയുടെ ശക്തി കുറവ് കൊണ്ടല്ല അവിടെ തോറ്റത്. ചില കാര്യങ്ങളിൽ അവർ തിരുത്തേണ്ടതുണ്ടായിരുന്നു. അതിന്റെ കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസം. വിമർശനങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് പാർട്ടി യോഗത്തിലാണെന്ന് രമ്യ ഹരിദാസ്. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയുക. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തുടർന്നും മുന്നോട്ടുള്ള യാത്രകളിൽ സജീവമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു കടമയാണ്. ഒറ്റയ്ക്ക് നിന്നാലും തനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥൻ പറഞ്ഞു. കോൺഗ്രസ് വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും AV ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. 24 തൃശൂർ, പാലക്കാട്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് A തങ്കപ്പൻ രാജിവെക്കണം എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. DCC ഓഫീസിന്റെ ചുവരിലും മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, സംസ്ഥാനത്തുടനീളം ഇത്രയും ഒരു മിന്നും ജയം നേടിയപ്പോഴും ആലത്തൂരിലെ തോൽവി അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്നുണ്ട്, വലിയ മാനക്കേടുണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്. അതിപ്പോഴിങ്ങനെ ഒരു പോസ്റ്റർ പോരിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നു. വിശദാംശങ്ങൾ എന്താണ് നിഖിൽ പ്രമേഷ്? റിജിത്ത്, പാലക്കാട് മിന്നും വിജയമുണ്ടായപ്പോഴും ആലത്തൂർ അതിന്റെ മുഴുവൻ ശോഭയും കെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തൊരു സീറ്റ് അത് നിലനിർത്താൻ ഇത്തവണ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, DCC പ്രസിഡന്റിന് നേരിട്ട് ചുമതലയുണ്ടായിരുന്ന മണ്ഡലം കൂടിയാണ് ആലത്തൂർ. എന്നിരിക്കെ പോലും ആ മണ്ഡലം കൈവിട്ടുപോയി. സംസ്ഥാനത്തെ CPM-ന് കനലൊരു തരിയെങ്കിലും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞത് ആലത്തൂർ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷെ ആ സാഹചര്യം ഒരുക്കി കൊടുത്തത് ജില്ലാ കോൺഗ്രസ് നേതൃത്വമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പ്രതിഷേധം നടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആലത്തൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് A തങ്കപ്പൻ രാജിവെക്കണം എന്നുള്ളതാണ് പോസ്റ്ററിലെ ആവശ്യം. DCC ഓഫീസിന്റെ ചുവരിലും ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലുമാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയുടെ പിഴവാണ് ആലത്തൂരിലെ തോൽവിക്ക് കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് രമ്യ ഹരിദാസൻ ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തന്റെ ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും രമ്യ വ്യക്തമാക്കിയിരുന്നു. അത് മാത്രമല്ല, കാര്യമായി അവിടെ യോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിൽ DCCക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ് രമ്യവുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിമത വിഭാഗത്തിന്റെ പ്രതിഷേധങ്ങൾ ശക്തമാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു UDF. ഈ മാസം 12-ന് UDF നേതൃയോഗം ചേരും. ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ പരാജയവും നേതൃയോഗം വിലയിരുത്തും. 2020 എന്നതായിരുന്നു തുടക്കം മുതലുള്ള UDF നേതാക്കളുടെ അവകാശവാദം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 18 മുന്നണി മുന്നേറി. സംസ്ഥാനത്ത് UDF തരംഗം. ഇതിനിടയിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായ ആലത്തിയൂരും തൃശൂരും നഷ്ടമായി. കെ മുരളീധരന്റെ പ്രസ്താവനകൾ ഉൾപ്പെടെ ഘടകകക്ഷികൾ യോഗത്തിൽ ഉയർത്തിക്കാട്ടും. സ്വന്തം തട്ടകമായ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് നേതൃയോഗത്തിൽ കോൺഗ്രസിന് വിശദീകരിക്കേണ്ടി വരും. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറന്നതും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതും മുസ്ലിം ലീഗ് അടക്കം നേതൃയോഗത്തിൽ ഉയർത്തും. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും മുന്നിലുള്ള കടമ്പ പാലക്കാട് നിലനിർത്തുകയും ചേലക്കര പിടിച്ചെടുക്കുകയുമാണ്. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഇതിനു പുറമെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മിന്നും ജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക എന്നതും UDFന് മുന്നിലെ വെല്ലുവിളിയാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കും യോഗം തുടക്കമിടും. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന മുരളീധരൻ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. AV ജയശങ്കർ, 24 തിരുവനന്തപുരം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്തു. ഉത്തരമേഖല IG K സേതുരാമന്റേതാണ് ഉത്തരവ്. റൂബിനെ പോലീസ് മർദ്ദിച്ചുവെന്നും മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അന്വേഷണം ക്രൈംബ്രാഞ്ച് DYSPയിലേക്ക് മാറ്റി. വനം വകുപ്പ് നൽകിയ കള്ളക്കേസിൽ റൂബിനെ അറസ്റ്റ് ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക് റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. റൂബിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും കണ്ടെത്തി. അറസ്റ്റ് മെമ്മോയോ ചട്ടങ്ങളോ പാലിച്ചില്ല.
പോലീസിന്റെ പ്രതിച്ഛായ CI ആൻഡ്രിക് ഗ്രോമിക് മോശമാക്കിയെന്നും കടുത്ത ചട്ടലംഘനമാണ് കേസിൽ നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെയാണ് ആൻഡ്രിക് ഗ്രോമിക്കിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖലാ IG കെ സേതുരാമന്റേതാണ് ഉത്തരവ്. കേസിൽ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് DYSPക്ക് കൈമാറുകയും ചെയ്തു. റൂബിനെതിരെ വനം വകുപ്പ് മുൻപ് നൽകിയ കള്ളക്കേസിലും പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. റോഡരികിൽ വാഹനമിടിച്ചു കിടന്ന കാട്ടുപന്നിയുടെ രക്ഷാപ്രവർത്തനം വൈകുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ റൂബിന് നേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്യുകയും പിന്നീട് കള്ളപ്പരാതി നൽകുകയുമായിരുന്നു. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ ഈ മാസം 16 മുതൽ 5 ദിവസം CPIM നേതൃയോഗങ്ങൾ ചേരും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനവിധി അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിലൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് കാലിടറി. CAയും മണിപ്പൂർ വിഷയങ്ങളും ഉയർത്തി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഫലം കണ്ടില്ല. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങളെല്ലാം 16, 17 തീയതികളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കേരളത്തിലെ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ നടക്കുന്ന സംഘടിത കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കും. തൃശൂരിലെ BJPയുടെ ജയം ഗൗരവത്തോടെ പരിശോധിക്കും. ദേശീയ തലത്തിൽ വർഗീയതയുയർത്തി മുന്നോട്ടു പോകാമെന്ന BJPയുടെ വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകണോ എന്നതും CPIM നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. ബാലുശ്ശേരി MLA KM സച്ചിൻദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFൽ തർക്കം രൂക്ഷം. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും CPIM നേതൃത്വത്തെ CPI അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും RJDയും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കി. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി KK ശിവരാമനും MV ശ്രേയാംസ്കുമാറും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് വിഭജനം LDFന് കീറാമുട്ടിയാവുകയാണ്. സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഘടകകക്ഷികൾ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള നിലപാട് CPIM നേതൃത്വത്തെ അറിയിച്ചു. കേരള കോൺഗ്രസിന് മറ്റ് പദവികൾ നൽകുന്നതിൽ എതിർപ്പില്ല. ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകാം. രാജ്യസഭാ സീറ്റിലെ എല്ലാ അവകാശങ്ങളും CPIക്കുള്ളതാണ്. ചില കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച സാധ്യമല്ല. ഇതങ്ങനെയുള്ള ഒന്നാണ്. കോട്ടയത്തെ തോൽവിയോടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ്. UDFൽ നിന്ന് രാജ്യസഭാ സീറ്റുമായാണ് LDFലേക്ക് വന്നത്. കാലാവധി കഴിയുന്ന സീറ്റിന് അവകാശം തങ്ങൾക്ക് തന്നെയെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാതിരുന്ന RJDയെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് RJD നേതൃത്വത്തിന്റെ ആവശ്യം. കേരള കോൺഗ്രസിനും RJDക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അവഗണന സഹിച്ച മുന്നണിയിൽ നിൽക്കുന്നതെന്തിനെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് KK ശിവരാമൻ രംഗത്തെത്തി. പൊതുവിൽ സാധാരണ ജനങ്ങൾ സംതൃപ്തരല്ല. ഈ ഗവൺമെൻറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ല ലഭിക്കുന്നത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അവർ അസംതൃപ്തരാണെങ്കിൽ വോട്ട് കൊടുക്കത്തില്ല. പരാജയത്തിന് കാരണം ആഭ്യന്തര വകുപ്പാണെന്ന RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ. പോലീസ് ഭരണം ജനങ്ങളെ അകറ്റിയെന്നും രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില രീതികൾ അതൊക്കെ തന്നെ അവലോകനം ചെയ്യേണ്ട ഒന്നാണ്. സാധാരണ നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി മുന്നണിയിലെ വോട്ടിനെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പത്തനംതിട്ട CPIMൽ പരസ്യ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ജില്ലാ നേതൃത്വം വിശദീകരണം തേടും. നാളെ ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും.
തോമസ് ഐസക് വ്യക്തിപരമായി സമാഹരിച്ച വോട്ടുകളില്ലായിരുന്നുവെങ്കിൽ 2019 ലഭിച്ച വോട്ട് LDFന് നിലനിർത്താനാകില്ലെന്നാണ് ഐസക്കിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ തുടക്കം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചതായി ഒരു വിഭാഗം കരുതുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിന്റെ ചിത്രം സഹിതം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. പോസ്റ്റ് വിവാദമായതോടെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് കാരണം ആരാഞ്ഞു. ഇതോടെയാണ് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനോട് വിശദീകരണം തേടാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. നാളെ ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും. കേവലം ഏരിയ കമ്മിറ്റി അംഗം മാത്രമല്ല, മുതിർന്ന അംഗങ്ങളിൽ പലരും തെരഞ്ഞെടുപ്പിൽ നിസ്സംഗത കാട്ടിയോ എന്നും പരിശോധിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കമ്മിറ്റിയിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുണ്ടായ കയ്യാങ്കളിയിലും പ്രത്യേക അന്വേഷണമുണ്ടാകും. 24 പത്തനംതിട്ട. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPIM BJP ധാരണയിലെന്ന ആരോപണവുമായി TG നന്ദകുമാർ. ലാവ്ലിൻ കേസ് ഒഴിവാക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ അന്വേഷണം ഇല്ലാതാക്കുക എന്നീ ധാരണകളാണ് EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്നും ആരോപണം. അപ്പോൾ കേരളത്തിൽ പാക്കേജ് അനുസരിച്ച് നീക്കുപോക്ക് നടന്ന ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തൃശൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ലൂർദ് മാതാവിനോടൊപ്പം സഖാക്കൾക്ക് കൂടി അദ്ദേഹം ഈ വിജയം സമർപ്പിക്കണം. NDA അധികാരത്തിൽ വന്നാൽ SMC ലാവ്ലിൻ കേസ് പിൻവലിക്കപ്പെടും. അതോടൊപ്പം ഗവൺമെന്റുമായി, അതായത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളുടെ കാഠിന്യം കുറയ്ക്കപ്പെടും. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. മഹാരാഷ്ട്രയിൽ BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറായി ദേവേന്ദ്ര ഫഡ്നാവിസ്. തന്റെ രാജ്യസന്നദ്ധത അംഗീകരിക്കണമെന്ന് ഫഡ്നാവിസ് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. സഖ്യത്തിനകത്ത് കടുത്ത അവഗണന നേരിട്ടതിനെ തുടർന്ന് NDAയ്ക്കുള്ളിൽ NCP നേതാവ് അജിത് പവാർ നിസ്സഹകരണത്തിലാണ്. രണ്ടക്കം പോലും കടക്കാനാകാതെ സീറ്റ് നിലയിൽ കോൺഗ്രസിനും പുറകിലായി മഹാരാഷ്ട്രയിൽ BJP. പുതിയ കൂട്ടാളികളുമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ തന്ത്രം ഫലമുണ്ടാക്കിയില്ല. സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തോൽവി സംബന്ധിച്ച് ഫഡ്നാവിസ് മാധ്യമങ്ങളെ കണ്ടത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ തന്ത്രങ്ങൾ ഒരുക്കി തയ്യാറാക്കണം. അതിന് ഉപമുഖ്യമന്ത്രി പദം രാജിവെച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദേശീയ നേതൃത്വം ഈ ആവശ്യം അംഗീകരിക്കണമെന്നും ഫഡ്നാവിസ് ആവശ്യപ്പെട്ടു. हम लोग वापस नई स्ट्रैटेजी तैयार करेंगे और नई स्ट्रैटेजी तैयार करके हम लोग जनता के बीच जाएंगे. जनता का जो विश्वास है उस विश्वास को हम लोग संपादित करेंगे. അതേസമയം സംസ്ഥാനത്ത് NDAയ്ക്കുള്ളിൽ ഭിന്നത കടുത്തു. ദില്ലിയിലെ ചർച്ചകളിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നു. ഭാര്യയടക്കം തന്റെ സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് പിന്നിൽ പാലം വലിയാണെന്ന് അജിത് വിശ്വസിക്കുന്നു. ശിവസേന ഷിൻഡെ വിഭാഗത്തോടാണ് കടുത്ത അമർഷം. 4 സീറ്റ് മാത്രം തനിക്ക് അനുവദിച്ചതിൽ പ്രചാരണ കാലത്ത് തന്നെ അജിത് പിണക്കത്തിലാണ്. പ്രചാരണത്തിൽ കാര്യമായി ഇടപെട്ടുമില്ല. മോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്നു. ആ തർക്കമാണ് ദയനീയ തോൽവിയോടെ രൂക്ഷമായത്. അജിത്തിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ശരത് പവാർ വിഭാഗവും തുടങ്ങിയിട്ടുണ്ട്. അജിത്തിനൊപ്പമുള്ള MLAമാരുമായി സംസാരിച്ചെന്ന് രോഹിത് പവാർ തന്നെ തുറന്നു പറയുകയും ചെയ്തു. 24 മുംബൈ. കത്വ ഉന്നാവ് ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കൾക്ക് അറസ്റ്റ് വാറന്റ്. തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്നാണ് PK ഫിറോസിനും CK സുബൈറിനും കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. കേസ് അടുത്ത മാസം 10-ന് വീണ്ടും പരിഗണിക്കും. കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈറും സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ഇന്നും കോടതിയിൽ ഹാജരായില്ല. 2 തവണ തക്കതായ കാരണമില്ലാതെ ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കേസ് പരിഗണിക്കുന്നത് ജൂലൈ 10-ലേക്ക് മാറ്റി. പരാതിക്കാരൻ യൂസഫ് പടനിലം നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതി നടപടി. കത്വ ഉന്നാവോ കുടുംബങ്ങളെ സഹായിക്കാനും നിയമസഹായത്തിനുമായി ശേഖരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി എന്നായിരുന്നു മുൻ യൂത്ത് ലീഗ് നേതാവായ യൂസഫ് പടനിലത്തിന്റെ പരാതി. 2018 ഏപ്രിൽ 20-ന് കേരളത്തിലെ പള്ളികൾക്ക് പുറമെ വിദേശത്തു നിന്നും സമാഹരിച്ച 1 കോടിയോളം രൂപയിലെ 15 ലക്ഷം രൂപ PK ഫിറോസ് വകമാറ്റി ചെലവഴിച്ചു എന്നും യൂസഫ് ആരോപിച്ചിരുന്നു. കേസ് അന്വേഷിച്ച കുന്നമംഗലം CI സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളിയാണ് യൂസഫ് പടനിലം നൽകിയ സ്വകാര്യ അന്യായത്തിൽ കോടതി നടപടി തുടരുന്നത്. പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് M നാരായണൻ ഹാജരായി. 24 കോഴിക്കോട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 4ാം തവണയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. നാരാ ലോകേഷും പവൻ കല്യാണും TDP ജനസേന സർക്കാരിന്റെ നിർണായക സ്ഥാനങ്ങൾ വഹിക്കും.
ഒഡീഷയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വേഗത്തിലാക്കി BJP. വനിതകൾക്ക് പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ചാൽ അപരാജിത സാരംഗി മുഖ്യമന്ത്രിയാകും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തിരിച്ചടികൾ മറികടന്ന് വിപണികൾ. സെൻസെക്സ് 3.25%, ദേശീയ ഓഹരി വിപണി 3.36% ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതി 25,000 രൂപ പിഴ വിധിച്ചു. 3 ദിവസത്തിനകം അടുത്ത ജാമ്യാപേക്ഷ നൽകിയതിനാണ് പിഴ. 10ാമത്തെ ജാമ്യാപേക്ഷയും തള്ളിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. മെയ് 28-ന് കൊച്ചിയിലുണ്ടായത് മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഈ മാസം 9 വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇരട്ട ചക്രവാത ചുഴിയുടെയും വടക്കൻ കാറ്റിന്റെയും സ്വാധീനമാണ് മഴ ശക്തി പ്രാപിക്കാൻ കാരണം. നിയമസഭാ സെക്രട്ടറിയായി ഡോക്ടർ N. കൃഷ്ണകുമാറിനെ നിയമിച്ചു. നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വാർത്തകളിലേക്ക് വീണ്ടും. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. മുഴുവൻ മാർക്കും നേടി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 4 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഒന്നാമതായി. അഖിലേന്ത്യാ തലത്തിലെ ചരിത്ര നേട്ടത്തിനൊപ്പം കേരളത്തിലെ ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 720-ൽ 720 മാർക്കോടെ രാജ്യത്തെ 1ാം സ്ഥാനക്കാരായത് ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ. തൃശൂർ കൊരട്ടി സ്വദേശികളായ ഡോക്ടർ രാജേഷ് എസിന്റെയും ഡോക്ടർ ദീപാകൃഷ്ണന്റെയും മകൻ ദേവദർശൻ, കണ്ണൂരിലെ ഡോക്ടർ ദമ്പതികളായ ഷർമിൾ ഗോപാലിന്റെയും പ്രിയ PGയുടെയും മകൻ ശ്രീനന്ദ് ഷർമിൾ, കൊല്ലം അടിച്ചനല്ലൂർ സ്വദേശിയായ വാട്ടർ അതോറിറ്റി റിട്ടയർ ഉദ്യോഗസ്ഥൻ വിജയകുമാറിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ജയയുടെയും മകൻ അഭിഷേക് VJ, കോഴിക്കോട് ചേവായൂരിലെ ഡോക്ടർ ദമ്പതികളായ സുനിൽ പ്രസാദ് RSന്റെയും വിനീത VSന്റെയും മകൻ അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് 1ാം റാങ്ക് പങ്കിട്ടത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 715 മാർക്കിന് മുകളിൽ നേടിയ 15 വിദ്യാർത്ഥികളും 700-ന് മുകളിൽ സ്കോർ ചെയ്ത 190 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ മെഡിക്കൽ പഠനത്തിന് അവസരം ഉറപ്പിച്ചിരിക്കുകയാണ്. 24 കോട്ടയം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.